എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനന്യ. ഞാൻ സോഹോ ബുക്സിൻ്റെ ഒരു പ്രോഡക്റ്റ് എക്സ്പേർട്ടാണ്. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്ലോസിംഗ് തടസ്സമില്ലാതെ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമേ തന്നെ നമുക്കൊരു ഫിസ്ക്കൽ ഇയർ എന്താണെന്ന് ചർച്ച ചെയ്യാം. ഫിസ്ക്കൽ ഇയർ ഓരോ ബിസിനസ്സും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 12 മന്ത് ടൈം പീരിയഡാണ്. ഇന്ത്യയിൽ സർക്കാരിൻ്റെ ഫിസ്ക്കൽ ഇയർ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ്. ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഇയറിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൈം പീരിയഡാണ്. ഇങ്ങനെ പറയുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കുക, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എല്ലാം ശരിയായി ജനറേറ്റ് ചെയ്യുക മുതലായ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് പ്രൊസീജിയറും ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും സോഹോ ബുക്സിൽ എങ്ങനെ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെഷൻ നമ്മൾ 2 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തേത് ഇയർ എൻഡ് ക്ലോസിംഗ്, അതായത് മാർച്ച് 31 മുമ്പ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഏപ്രിൽ 1 അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലുള്ള ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമതും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇയർ എൻഡ് ക്ലോസിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ അക്കൗണ്ട്സ് റിസീവബിൾ, പിന്നെ അക്കൗണ്ട്സ് പേബിളൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പർലി മാനേജ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെൻട്രിയുടെ ട്രാക്കിംഗ്, അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് റീകൺസിലിയേഷൻ, നമ്മുടെ കറൻസീസ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ പ്രീവിയസ് ഇയറിൻ്റെ ട്രാൻസാക്ഷൻസ് ലോക്ക് ചെയ്യുക മുതലായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ഇൻവോയ്സസും ഡ്രാഫ്റ്റ് സെയിൽസ് ഓർഡേഴ്സും ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ സെയിൽസിൻ്റെ അടിയിൽ ഞാൻ സെയിൽസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ വരുവാണെങ്കിൽ എനിക്കിവിടെ ഈ ടോപ്പിൽ ഓൾ സെയിൽസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഡ്രാഫ്റ്റ് ആയിട്ടുള്ള സെയിൽസ് ഓർഡേഴ്സ് മാത്രം എനിക്ക് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ സെയിൽസ് ഓർഡറിൽ വന്നിട്ട് ഞാൻ 3 ഡോട്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കൊരു ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻവോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഇതൊരു പർച്ചേസ് ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സെയിൽസ് ഓർഡർ നമ്മളിനി ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ലെന്ന് കരുതുക. അതുപോലത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇത് വന്ന് ഡിലീറ്റ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻവോയ്സസ് മോഡ്യൂളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഡ്രാഫ്റ്റ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അപ്പോൾ ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ചൂസ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് എനിക്ക് ഓൾറെഡി കസ്റ്റമർ എനിക്ക് പേയ്മെൻറ്റ് തന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഞാൻ കസ്റ്റമറിന് സെൻഡ് ചെയ്യാത്തൊരു ഇൻവോയ്സ് ആണെങ്കിൽ എനിക്കിവിടെ സെൻഡും ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അല്ലാതെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് സെൻഡ് കൊടുക്കാനും കഴിയും. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ഇൻവോയ്സസിനൊക്കെ നെസസറി ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു അഡ്വർടൈസിങ് ഏജൻസി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഏജൻസിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് ആയിരിക്കും എൻ്റെ ടാസ്കുകളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ പ്രോജക്ട്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടൈം ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് മോഡ്യൂളുണ്ട്. അതിൻ്റെ അടിയിൽ പ്രോജക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ അടിയിൽ നമുക്ക് ഓരോ പ്രോജക്ട്സിനും ടൈം ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ടൈം ഷീറ്റ്സിനൊക്കെ ഞാൻ ബില്ല് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ കസ്റ്റമേഴ്സിന് ബില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ അൺബിൽഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നെസസറി ആയിട്ട് ബില്ല് ചെയ്യാനും കഴിയും. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ മൾട്ടിപ്പിൾ ഇൻവോയ്സസ് ഉണ്ട്. ഇപ്പോൾ സെയിൽസിൽ ചെന്ന് എൻ്റെ ഇൻവോയ്സസ് മോഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ ഇൻവോയ്സസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഓവർ ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ഇൻവോയ്സസ് ഇനി പേയ്മെൻറ്റ് കിട്ടാനുണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ പേയ്മെൻറ്റ്സ് എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി എനിക്ക് അവർക്ക് റിമൈൻഡേഴ്സ് അയച്ചു കൊടുക്കണം. നമ്മൾ റിപ്പോർട്ട്സ് മോഡ്യൂളിൽ വരുമെന്ന് കരുതുക. റിപ്പോർട്ട്സ് മോഡ്യൂളിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസീവബിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് AR ഏജിങ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാളായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്ന കുറേ ഇൻവോയ്സസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാമല്ലോ, നമുക്ക് മോർ ദാൻ 45 ഡേയ്സിന് ഓവർ ഡ്യൂ ആയിട്ടുള്ള ഇൻവോയ്സസ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഈ ഇൻവോയ്സസിന് നമുക്ക് ഫൈനലായിട്ട് വേണമെങ്കിൽ ഒരു റിമൈൻഡർ അയക്കാം. അതേപോലെ തന്നെ ഇനി പേയ്മെൻറ്റ് ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള ഒരു ഇൻവോയ്സ് ആണെങ്കിൽ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സെയിൽസിൽ തന്നെ നമ്മുടെ ഇൻവോയ്സിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സിന് എനിക്കിനി പേയ്മെൻറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ ഈ റെക്കോർഡ് പേയ്മെൻറ്റ് ഡ്രോപ്പ് ഡൗണിൽ എനിക്ക് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും.
ഈ റൈറ്റ് ഓഫ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഏത് ദിവസമാണ് എനിക്കിത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാഡ് ഡെപ്സ് അക്കൗണ്ടിലോട്ട് ട്രാക്ക് ആവും. അപ്പോൾ ആസ് ഓൺ ഏത് ദിവസമാണ് ഇത് ബാഡ് ഡെപ്സിൽ ഹിറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് റൈറ്റ് ഓഫ് ഡേറ്റ് ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും റീസൺ, കസ്റ്റമർ ബെയിൽഡ് ഓൺ ദ പേയ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊടുത്തിട്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏതെങ്കിലും അൺയൂസ് ക്രെഡിറ്റ്സ് കിടപ്പുണ്ടെങ്കിൽ അത് സെറ്റിലപ്പ് ചെയ്യാനാണ്. അതിപ്പോൾ ഞാൻ കസ്റ്റമേഴ്സ് മോഡ്യൂളിൽ വന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ അമിത് സുമൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമറിന് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്ക് അവിടെ അൺയൂസ് ക്രെഡിറ്റ്സിനിടയിൽ നമുക്ക് ഏകദേശം 2,50,000 രൂപയുടെ ഒരു എമൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് വന്നതിൻ്റെ റീസൺസ് മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും എക്സസ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ അഡ്വാൻസോ അതല്ലാതെ ഏതെങ്കിലും ക്രെഡിറ്റ് നോട്ട്സ് മൂലമോ ഈ ക്രെഡിറ്റ്സ് വരാവുന്നതാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് നമുക്ക് ഇവരുടെ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ഇൻവോയ്സസ് ഉണ്ടെങ്കിൽ അത് അഗേൻസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനാണ് ഈ അപ്ലൈ ടു ഇൻവോയ്സസ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അഥവാ നമ്മൾ ഈ എമൗണ്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഈ എക്സസ് പേയ്മെൻറ്റ് ഞാൻ റീഫണ്ട് ചെയ്യുകയെന്ന് വിചാരിക്കും. ഈ എക്സസ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്നെ ആ പേയ്മെൻറ്റിലോട്ട് കൊണ്ടുവരികയും ഇവിടെ ഈ 3 ഡോട്ട്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് റീഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ എമൗണ്ട് മെൻഷൻ ചെയ്തു, റീഫണ്ടഡ് ഓൺ ഈ ഇന്നത്തെ ഡേറ്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രം അക്കൗണ്ട്, ഇതിപ്പോൾ ഞാൻ പെറ്റി ക്യാഷ് ആണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ എമൗണ്ട് പോകുന്നതെങ്കിൽ HDFC എന്ന് പറഞ്ഞ ഈ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഈ റീഫണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ അൺയൂസ് ക്രെഡിറ്റ്സ് ട്രാക്ക് ചെയ്യുന്നത്. ഐദർ നമുക്ക് ഫ്യൂച്ചർ ഇൻവോയ്സസിലോട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിന് റീഫണ്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതോടെ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അക്കൗണ്ട്സ് പേബിളും ഉണ്ട്. അക്കൗണ്ട്സ് പേബിൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽസ് ചെക്ക് ചെയ്യുകയാണ്. ബിൽസും എക്സ്പെൻസസും. ഇതിപ്പോൾ എൻ്റെ ഒരു ബിസിനസ്സിന് ഞാൻ മൾട്ടിപ്പിൾ എക്സ്പെൻസസ് ഒരു വർഷത്തിൽ ഇൻകർ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇൻകർ ചെയ്തൊരു എക്സ്പെൻസ്, ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു എക്സ്പെൻസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് എക്സ്പെൻസസ് മോഡ്യൂളിൽ ചെന്ന് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്പെൻസ് മോഡ്യൂളിൽ ചെന്ന് +new കൊടുക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഡേറ്റ്, എന്ത് എക്സ്പെൻസ്, ഇതെനിക്കിപ്പോൾ ഒരു അഡ്വർടൈസിങ് എക്സ്പെൻസ് ആണെങ്കിൽ അഡ്വർടൈസിങ് അക്കൗണ്ട് കൊടുത്തിട്ട് എമൗണ്ട് കൊടുക്കുക, പെയ്ഡ് ത്രൂ അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ പണി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ എനിക്കൊരു എക്സ്പെൻസ് ഇൻകറായി, പക്ഷേ ഞാൻ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല, ആസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു ക്രെഡിറ്റ് എക്സ്പെൻസ് ആണ് എനിക്ക്. ആ ക്രെഡിറ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ബിൽസ് മോഡ്യൂളിൽ വന്നായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിൽസ് മോഡ്യൂളിൽ നമുക്ക് +new കൊടുത്തിട്ട് വാട്ട് എവർ ബി ദ വെൻഡേഴ്സ് നെയിം നമുക്കത് അവിടെ കൊടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്യാം, നമുക്ക് ഐറ്റം ടേബിളിൽ ഐറ്റം ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു സർവീസ് ആണെങ്കിൽ ആ സർവീസ് മാനുവലി ടൈപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ലേറ്റർ ഓൺ അതിൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഇൻകർ ആയിട്ടുള്ള എല്ലാ ബിൽസും എല്ലാ എക്സ്പെൻസും നമ്മൾ സോഹോ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇഫറ്റോൾ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെൻസോ അല്ലെങ്കിൽ ബില്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്സിന് അത് ഗുരുതരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ലേറ്റർ ഓൺ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ബിൽസും എക്സ്പെൻസസും ഒന്ന് റീകൺസൈൽ ചെയ്തിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവോയ്സസിന് ചെയ്ത പോലെ തന്നെ കസ്റ്റമേഴ്സ് നമുക്ക് പേ ചെയ്ത് തരാത്ത ഇൻവോയ്സസ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓവർഡ്യൂ ഫിൽട്ടർ ഇൻവോയ്സസ് മോഡ്യൂളിൽ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ബിൽസ് മോഡ്യൂളിലും ഓവർഡ്യൂ എന്ന് പറഞ്ഞൊരു ഫിൽട്ടർ ഉണ്ട്. അപ്പോൾ ഓവർഡ്യൂ ആയിട്ട് നമ്മൾ നമ്മുടെ വെൻഡറിന് ഇതുവരെ പേയ്മെൻറ്റ് കൊടുക്കാത്ത ബിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിപ്പോൾ എത്ര ദിവസം ബേസ് ചെയ്താണ്, ഇതിപ്പോൾ ഓവർഡ്യൂ ബൈ 42 ഡേയ്സ് എന്നാണ് കാണിക്കുന്നത്, ഓവർഡ്യൂ ബൈ 8 ഡേയ്സ്, ഓവർഡ്യൂ ബൈ 13 ഡേയ്സ്. അപ്പോൾ ഇത്രയും ദിവസം ഓവർഡ്യൂ ആയിട്ടുള്ള ഇൻവോയ്സസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബില്ലിന് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യുക, റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക, പേയ്മെൻറ്റിൻ്റെ എമൗണ്ട്, പേയ്മെൻറ്റ് എന്നാണ് നിങ്ങൾ ചെയ്തത്, അതേപോലെ തന്നെ ഏത് അക്കൗണ്ടിലൂടെയാണ് പെയ്ഡ് ത്രൂ കൊടുത്തത്, ഈ അക്കൗണ്ട് എല്ലാം ഇവിടെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ സ്റ്റേറ്റസ് പെയ്ഡ് ആവും. ഇനിയിപ്പോൾ ഏതെങ്കിലും വെൻഡറിൻ്റെ ബില്ലിന് ഞാൻ ഇനി പേയ്മെൻറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ എനിക്കത് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇൻവോയ്സസ് സൈഡിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റൈറ്റ് ഓഫ് ഓപ്ഷൻ ഉണ്ടെങ്കിലും വെൻഡേഴ്സിൻ്റെ സൈഡിൽ ബിൽസിന് വേണ്ടി നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഹോ ബുക്സിൽ വെൻഡർ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. വെൻഡർ ക്രെഡിറ്റ്സ് മോഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് അവിടെ +new എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു വെൻഡറിനെ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ആ വെൻഡറിനെ ചൂസ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബില്ല് മാത്രം എനിക്ക് റൈറ്റ് ഓഫ് ചെയ്താൽ മതിയെങ്കിൽ ബിൽ നമ്പറിൻ്റെ അവിടെ എനിക്ക് ഏത് പെർട്ടിക്കുലർ ബില്ലാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം.
അതേപോലെ തന്നെ എനിക്കിപ്പോൾ എല്ലാ ബിൽസും ഈ വെൻഡറിന് ഇപ്പോൾ ഈ കാണുവാണെങ്കിൽ ഈ വെൻഡറിന് 3 ബിൽസ് ഉണ്ട്. ഈ 3 ബിൽസും എനിക്ക് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബിൽ ടൈപ്പിൻ്റെ അവിടെ ആ വെൻഡറിൻ്റെ GST ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഐറ്റം ടേബിളിൻ്റെ അവിടെ നമുക്ക് റൈറ്റ് ഓഫ് നമുക്ക് വെറുതെ മാനുവലി ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും അവിടെ കൊടുക്കാം. പിന്നെ ഈ റൈറ്റ് ഓഫ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഏത് അക്കൗണ്ടിൽ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇൻകം അക്കൗണ്ടിലാണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് എന്ന് വന്ന ഇൻകം അക്കൗണ്ടിലാണ് ട്രാക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി 1 കൊടുത്തിട്ട് റേറ്റിൽ എത്ര എമൗണ്ടാണ് ടോട്ടൽ വരുന്നതെന്ന് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടാക്സ് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ബില്ലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ബിൽസിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെയാണ് നമ്മൾ വെൻഡേഴ്സിൻ്റെ ബിൽസ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് വെൻഡേഴ്സിനുള്ള എന്തെങ്കിലും എക്സസ് പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി എക്സസ് പേയ്മെൻറ്റ്സോ വെൻഡർ ക്രെഡിറ്റ്സോ എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ട് അത് നമ്മൾ ഇതുവരെ യൂട്ടിലൈസ് ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഞാനിപ്പോൾ ആകാശ് ഓജ എന്ന് പറഞ്ഞ കസ്റ്റമറിനെ ഓപ്പൺ ചെയ്യുക. ഇവിടെ 8,500 അൺയൂസ് ക്രെഡിറ്റ്സ് കിടപ്പുണ്ട് എനിക്ക് വെൻഡറിന്. അപ്പോൾ ഈ 8,507 റുപ്പീസ് ഐദർ എനിക്ക് ഏതെങ്കിലും ഓപ്പൺ ബിൽസിന് അഗൻസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ വെൻഡർ അത് സമ്മതിക്കുവാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ എനിക്കിപ്പോൾ വെൻഡർ എങ്ങാനും അതിന് റീഫണ്ട് തരുവാണെങ്കിൽ എനിക്ക് ആ പെർട്ടിക്കുലർ ഡെബിറ്റ് നോട്ട് എനിക്ക് വെൻഡർ ക്രെഡിറ്റ് കാരണമായിരുന്നു ഈ വാല്യൂ വന്നത്. ഈ വെൻഡർ ക്രെഡിറ്റിൽ വരുമ്പോഴേക്കും എനിക്ക് ഈ 3 ഡോട്ട്സ് ഓപ്ഷനിൽ റീഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ വെൻഡർ എനിക്ക് എത്ര പേയ്മെൻറ്റാണ് തന്നത്, ഏത് ദിവസമാണ് വെൻഡർ റീഫണ്ട് ചെയ്തത്, ഏത് അക്കൗണ്ടിലാണ് എനിക്കത് കിട്ടിയത്, ഇതെല്ലാം കൊടുത്ത് എനിക്കിവിടെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടെ നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇയർ എൻഡ് സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻവെൻട്രി നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രിയുടെ ആസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ്, ഇതിപ്പോൾ 31 മാർച്ചിനാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ 31 മാർച്ചിൻ്റെ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിപ്പോർട്ട്സ് മോഡ്യൂളിൽ വന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെൻട്രി സെക്ഷനിലോട്ട് വരാം. ഈ സെക്ഷനിലാണ് നമ്മുടെ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും ഉള്ളത്. അവിടെ നമുക്ക് ഇൻവെൻട്രി വാല്യുവേഷൻ സമ്മറി എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 31 ആവത്തുണ്ട്, ഞാൻ ആസ് ഓഫ് ടുഡേയ്സ് ഡേറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആസ് ഓഫ് ടുഡേ എൻ്റെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോൾ ആപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടിന് എൻ്റെ കയ്യിൽ 7 സ്റ്റോക്ക് ഉണ്ടെന്ന് ഇവിടെ കാണാം. അതേപോലെ തന്നെ ആ സ്റ്റോക്കിന് എത്ര വാല്യൂ ഉണ്ട്, അപ്പോൾ ആ വാല്യൂവും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അമൗണ്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അമൗണ്ട് വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇത്ര ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഒരു 2,60,000 വാല്യൂ വന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിൽ നമുക്ക് ഡിസ്ക്രിപ്പൻസി തോന്നുവാണെങ്കിൽ ആ നെസസറി ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഈ ഇൻവോയ്സിൽ നമുക്ക് 60,000 ആണ് വാല്യൂ വന്നത്, അത് നമുക്ക് റോങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ആ ഇൻവോയ്സിൽ ചെന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്സ് അതേപോലെ കറക്റ്റായി വരും. ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റംസ് മോഡ്യൂളിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനാക്റ്റീവ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റേഴ്സ് ഡ്രോപ്പ് ഡൗണിൽ ഇനാക്റ്റീവ് ഐറ്റംസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒബ്സലീറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് നമുക്കിവിടെ സെഗ്രിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ എൻ്റെ കമ്പനിയിൽ ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് തീരെ നമുക്കിനി വിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര സ്ലോ മൂവിങ് ആണ്, അതുകൊണ്ട് നമുക്കതിന് പ്രോപ്പർ സെയിൽസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഐറ്റം ഞാൻ ഇനി അത് വിൽക്കുന്നില്ലെങ്കിൽ, അതിപ്പോൾ എനിക്ക് ഈ അറ്റ്ലസ് മാപ്പ് അങ്ങനത്തെ ഒരു ഐറ്റം ആണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് മോറ് കൊടുത്തിട്ട് മാർക്കസ് ഇനാക്റ്റീവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച പോലെ തന്നെ ഇനാക്റ്റീവ് ഐറ്റംസിൻ്റെ ആ ടാബിൽ നമുക്ക് പിന്നെ ഐറ്റം കാണാൻ പറ്റും. ഇഫ് അറ്റ് ഓൾ ഇൻ ദ ഫ്യൂച്ചർ എനിക്കത് മാർക്കസ് ആക്റ്റീവ് കൊടുക്കണമെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സ്റ്റോക്ക് നമ്മുടെ സോഹോയിലുള്ള സ്റ്റോക്കായിട്ട് മാച്ച് ആവുന്നുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇൻവെൻട്രി വാല്യുവേഷൻ സമ്മറിയിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആപ്പിൾ പ്രോഡക്റ്റിന് 7 സ്റ്റോക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഇൻ ഹാൻഡ് 10 സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 3 സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ടല്ലോ. ആ സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഐറ്റംസ് ഹെഡിങ്ങിൻ്റെ അടിയിൽ തന്നെ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സ് മോഡ്യൂളിൽ വരുമ്പോൾ നമുക്കിവിടെ പ്ലസ് ന്യൂ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ചൂസ് ചെയ്യാം, ഇതിപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി ആണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, വാല്യൂ ആണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ എനിക്ക് 7 ഗുഡ്സ് ഉണ്ടായെന്ന് എൻ്റെ ഇൻ ഹാൻഡ് 10 ഗുഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ബേസിക്കലി 3 ക്വാണ്ടിറ്റിയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് എനിക്ക് 31 മാർച്ചാണ്, ആസ് ഓൺ എൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് എനിക്കത് ചേഞ്ച് ചെയ്യേണ്ടത്.
ഏത് അക്കൗണ്ടിലാണ് നമുക്കിത് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. റീസെൻ്റ് അവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ റെഫറൻസിന് വേണ്ടി കൊടുക്കാം. എന്നിട്ട് ഐറ്റം ഡീറ്റെയിൽസിൽ വരുമ്പോൾ നമുക്ക് ആപ്പിൾ ഫ്രൂട്ട് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7 ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞ് വരും. ആ 7 ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ന്യൂ ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ്, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആക്ച്വലി നമ്മുടെ കയ്യിൽ വരേണ്ടതെന്ന് പറയുന്നത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റഡ് 3 ആയിട്ട് വരും. അപ്പോൾ ഇതിന് ഏതെങ്കിലും ബാച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് 1 2 3 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്, ഞാൻ അത് സേവ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ കൺവേർട്ട് ടു അഡ്ജസ്റ്റഡ് കൊടുക്കുക. സേവ് എസ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്സിന് അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട്സിൽ ഇപ്പോഴും സ്റ്റോക്ക് കൂടത്തില്ല. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ട്സിൽ അതിൻ്റെ സ്റ്റോക്ക് വരുന്നത്. ഇതിപ്പോൾ ഇൻവെൻറ്ററി ഐറ്റംസ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ഇതിനുള്ള ജേർണൽ പാസ്സാവില്ല. ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ജേർണൽ പാസ്സാവും. അത് ഇൻവെൻറ്ററി അസറ്റ് അക്കൗണ്ടും അതിന് എഗൻസ്റ്റ് നമ്മളിവിടെ ചൂസ് ചെയ്ത അക്കൗണ്ട്, ഞാൻ ഈ കേസിൽ ഇവിടെ ചൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഇവിടെ പാസ്സാവുന്ന ജേർണൽ എൻട്രി വിൽ ബി ബിറ്റ്വീൻ ഇൻവെൻറ്ററി അസറ്റ് അക്കൗണ്ട് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡ്യൂറിങ് ഇയർ എൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻസിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ സെയിൽസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഞാനിതിപ്പോൾ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതുക. ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഞാനിവിടെ ഐറ്റം ടേബിളിൻ്റെ അവിടെ ഷോ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ലൈൻ ഐറ്റമിനും നമുക്ക് ഓരോ അക്കൗണ്ട് ചൂസ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് മൾട്ടിപ്പിൾ ലൈൻ ഐറ്റംസ് ഉണ്ടാവും. ഓരോ ലൈൻ ഐറ്റംസിന് നമ്മൾ ഓരോ അക്കൗണ്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇയറിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് എടുത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് ഏതോ ഒരു റോങ് അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കിടക്കുന്നു, മൾട്ടിപ്പിൾ ഇൻവോയ്സസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഓരോ ഇൻവോയ്സിലും ചെന്ന് നമുക്ക് ആ ട്രാൻസാക്ഷനിൽ അക്കൗണ്ട് എഡിറ്റ് ചെയ്യലെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ്ങുമാണ്. ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ളൊരു കമ്പനിയിലാണെങ്കിൽ അത് ഫിസിക്കലി പോസിബിളും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിലാണ് നമ്മൾ ബൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടൻറ്റ് മോഡ്യൂളിൻ്റെ അടിയിൽ നമുക്ക് ബൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന മോഡ്യൂൾസ് ഇൻവോയ്സസ്, ക്രെഡിറ്റ് നോട്ട്സ്, പർച്ചേസ് ഓർഡേഴ്സ്, എക്സ്പെൻസസ്, ബിൽസ് ആൻഡ് വെൻഡർ ക്രെഡിറ്റ്സ്, ഈ 6 മോഡ്യൂൾസിനാണ് ഈ ബൾക്ക് അപ്ഡേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫിൽറ്റർ ആൻഡ് ബൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് എല്ലാമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോൺടാക്റ്റിന് മതിയെങ്കിൽ എനിക്ക് കോൺടാക്റ്റ് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഡേറ്റ് റേഞ്ച് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും വരും. എന്നാലും നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് ആ ട്രാൻസാക്ഷൻസ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇപ്പോൾ പുതിയ ഏത് അക്കൗണ്ടിലോട്ടാണ് എനിക്കത് മാറ്റേണ്ടതെന്ന് ഞാനിവിടെ ആ ന്യൂ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത് കാരണം നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് പേഴ്സണലി പോയി മാനുവലി എഡിറ്റ് ചെയ്യുന്നതിലും ഭേദം നമുക്ക് ഇവിടെ വന്ന് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മാനുവൽ ജേർണൽസ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അക്കൗണ്ട്സ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളത് മാനുവലി തന്നെ പോയി എഡിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കിയുള്ള ഇതുപോലത്തെ ട്രാൻസാക്ഷൻ മോഡ്യൂൾസിലുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ബൾക്ക് അപ്ഡേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതോടെ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ ഇയർ എൻഡിൻ്റെ സമയത്ത് റീകൺസൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്ന ഭയങ്കര കോൺഫിഡൻഷ്യൽ, അറ്റ് ദ സെയിം ടൈം ഒരു വാല്യൂ തെറ്റിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ബിസിനസ്സിൽ ഹ്യൂജ് എഫക്ട്സ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് റീകൺസിലിയേഷൻ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബാങ്കിങ് മോഡ്യൂളിൽ വന്ന് എനിക്കിപ്പോൾ HDFC ബാങ്ക് ആണ് എനിക്കിപ്പോൾ റീകൺസൈൽ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. HDFC ബാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺകാറ്റഗറൈസ് ട്രാൻസാക്ഷൻസ് ഓപ്ഷൻ ഉണ്ട്. ഈ അൺകാറ്റഗറൈസ് ട്രാൻസാക്ഷൻസ് ഓപ്ഷനിൽ നമ്മുടെ അൺകാറ്റഗറൈസ് ആയിട്ടുള്ള സോഹോ ബുക്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റഡ് ട്രാൻസാക്ഷനിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ്, ഒന്ന് മാച്ച് ട്രാൻസാക്ഷൻസ്, ഒന്ന് കാറ്റഗറൈസ് മാനുവലി. അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ എനിക്കൊരു വിഡ്രോവൽ ട്രാൻസാക്ഷൻ ഓഫ് 118.99 118 രൂപയുടെ എനിക്കൊരു വിഡ്രോവൽ ട്രാൻസാക്ഷൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്. അതാണ് ഈ അൺകാറ്റഗറൈസ് ട്രാൻസാക്ഷനിൽ വരുന്നത്. ഇതിപ്പോൾ എനിക്ക് 118 രൂപയുടെ ഒരു എക്സ്പെൻസ് ഞാൻ ഓൾറെഡി എക്സ്പെൻസസ് മോഡ്യൂളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ കൊണ്ടുവന്ന് മാച്ച് ചെയ്യാൻ പറ്റും.
എന്ന് വെച്ചാൽ സോഹോ ബുക്സിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലൈനായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നതിനെയാണ് മാച്ച് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇഫ് അറ്റ് ഓൾ ഞാൻ ഈ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ല, ജസ്റ്റ് എനിക്കിത് ഏതെങ്കിലും ഒരു ഹെഡിൻ്റെ അടിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കാറ്റഗറൈസ് മാനുവലി ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഇതെനിക്കൊരു എക്സ്പെൻസ് ആണെങ്കിൽ എനിക്ക് കാറ്റഗറി എക്സ്പെൻസ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഏത് കാറ്റഗറി വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് എക്സ്പെൻസ് അക്കൗണ്ട് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്കൊരു അഡ്വർടൈസിങ് എക്സ്പെൻസ് ആണെങ്കിൽ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കൊടുക്കുക, എന്നിട്ട് അമൗണ്ട് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യുന്നതെന്നും കാറ്റഗറൈസ് ചെയ്യുന്നതെന്നും ഇപ്പോൾ മനസ്സിലായി. ഇതേപോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു 100 ട്രാൻസാക്ഷൻസ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൈനിലുണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എനിക്ക് ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ. ഇതെനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇഫ് അറ്റ് ഓൾ എനിക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഉണ്ട്, പക്ഷേ അതെനിക്ക് ഓരോ ട്രാൻസാക്ഷനിലും ചെന്ന് കാറ്റഗറൈസ് ചെയ്യുക അല്ലെങ്കിൽ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഈസി ആവാൻ വേണ്ടി നമുക്ക് ട്രാൻസാക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. നമ്മൾ സോഹോ ബുക്സിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ പ്രീ ഡിഫൈൻഡ് പാരാമീറ്റേഴ്സ് ബേസ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻ റൂൾസ് ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാനേജ് ട്രാൻസാക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇവിടെ പ്ലസ് ന്യൂ റൂൾ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് റൂൾ നെയിം കൊടുക്കാം. ഇതിപ്പോൾ ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷനാണോ വിഡ്രോവൽ ട്രാൻസാക്ഷനാണോ ആപ്ലിക്കബിൾ എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്യാം. ക്രൈറ്റീരിയാസിന് നമുക്ക് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നിൽ പേയ് ബേസ്ഡ് ചെയ്ത് നമുക്ക് ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്ത്, റെഫറൻസ് നമ്പർ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ അമൗണ്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ പെർട്ടിക്കുലർ ക്രൈറ്റീരിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 1 or more ക്രൈറ്റീരിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയൻസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് എല്ലാ ക്രൈറ്റീരിയനും മാച്ച് ആയാൽ മാത്രം ഇത് ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ റൂൾ വർക്ക് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റൂള് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കത് കാറ്റഗറൈസ് ആവണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ട്രാൻസാക്ഷൻ, ഇതിപ്പോൾ ഞാൻ വിഡ്രോയൽ കൊടുത്തിട്ട് ഇവിടെ ഞാനിപ്പോൾ പേയ് നെയിം ഇസിൻ, ഇതിപ്പോൾ ഒരാളുടെ ഒരു പേര് ഞാൻ കൊടുത്തെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ റെക്കോർഡ് ആസ് എക്സ്പെൻസ് എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ ഇയാൾ പേയ് എന്ന് പറയുന്ന ഉള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ലൈൻസും, അതായത് വിഡ്രോവൽ ട്രാൻസാക്ഷനിലെ സ്റ്റേറ്റ്മെൻറ്റ് ലൈൻസും എല്ലാം ഇവിടെ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ആവും. അപ്പോൾ ആ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടും ചൂസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും GST ആപ്ലിക്കബിൾ ആണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഔട്ട് ഓഫ് സ്കോപ്പ് കൊടുക്കാം. ഇതിന് ശേഷം താഴോട്ട് വരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് റെക്കഗ്നൈസ് ട്രാൻസാക്ഷൻസും ഒന്ന് കാറ്റഗറൈസ് ട്രാൻസാക്ഷൻസും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽസ് കൊടുത്ത് ക്രൈറ്റീരിയൻ കൊടുത്ത് റെക്കഗ്നൈസ് ട്രാൻസാക്ഷൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലൈൻസ് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അവിടെ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അത് എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് അവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതല്ലാതെ നമ്മൾ കാറ്റഗറൈസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ അലൗ സോഹോ ബുക്സ് കാറ്റഗറൈസ് മൈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ നമ്മുടെ ട്രാൻസാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ സോഹോ ബുക്സ് നമ്മുടെ മാനുവൽ വർക്ക് ഒന്നും ഇല്ലാതെ അത് കാറ്റഗറൈസ് ചെയ്തോളും. സോ അത് നമ്മുടെ വർക്ക് വളരെയധികം ഈസി ആക്കും. സോ ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ റൂൾസ് എന്ന് പറയുന്ന ഫീച്ചർ. ഇനി നമ്മൾ ബാങ്കിങ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണിത്. അത് നമ്മുടെ റീകൺസിലിയേഷൻ. ഇതിപ്പോൾ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് ആണ് നമ്മൾ ഈ മാച്ചും കാറ്റഗറൈസ് ട്രാൻസാക്ഷൻസും ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ പീരിയഡ്, ഇതിപ്പോൾ ചിലപ്പോൾ ഒരു ക്വാർട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത് ആയിരിക്കാം, ആ സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്ച്വലി ഉള്ള ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ സോഹോ ബുക്സിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ റീകൺസിലിയേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ റീകൺസിലിയേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റിംഗ്സ് ഐക്കൺ തന്നെ ക്ലിക്ക് ചെയ്യുക. അവിടെ റീകൺസൈൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആൻഡ് റീകൺസൈൽ നൗ കൊടുക്കാം. റീകൺസൈൽ നൗ കൊടുത്തിട്ട് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ഡേറ്റ്, ഇതിപ്പോൾ എനിക്ക് മാർച്ച് മന്തിനാണ് റീകൺസിലിയേഷൻ കൊടുക്കേണ്ടതെങ്കിൽ ഇപ്പോൾ മാർച്ച് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല, ഫെബ്രുവരി തന്നെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഫെബ്രുവരി 1 ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കും, ഫെബ്രുവരി 28 ഞാൻ എൻഡ് ഡേറ്റ് കൊടുക്കും. അപ്പോൾ ആക്ച്വൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആസ് ഓൺ 28 എത്രയാണ് ക്ലോസിംഗ് ബാലൻസ്, ഇതിപ്പോൾ 10,000 ആയിരുന്നു ക്ലോസിംഗ് ബാലൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 10,000 കൊടുത്തിട്ട് ബേസിക്കലി നമ്മുടെ സോഹോ ബുക്സിലെ വാല്യൂ 10,000 എത്തിക്കണം നമ്മൾ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഓപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് റീകൺസിലിയേഷൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മന്തിൽ എനിക്ക് ഈ ബാങ്ക് അക്കൗണ്ടിലാകെ ഒറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. പക്ഷേ ഇതല്ലാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമുക്കതിൽ വേണ്ട ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു ചെക്ക് ബോക്സ് യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട്
എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുവാണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ട്രാൻസാക്ഷൻ ആഡ് ചെയ്ത് നമുക്കിത് റീകൺസൈൽ ചെയ്യാവുന്നതാണ്. ഇത് റീകൺസൈൽ ചെയ്യാറാവുമ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടെ ചേഞ്ചസ് ലേറ്റർ ഓൺ വരുത്തണമെങ്കിൽ നമുക്ക് സേവ് ആൻഡ് റീകൺസൈൽ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇഫ് അറ്റ് ഓൾ ഇപ്പം തന്നെ നമുക്ക് റീകൺസൈൽ ചെയ്ത് തീർക്കണമെങ്കിൽ റീകൺസൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതോടെ നമ്മൾ ബാങ്കിങ് മോഡ്യൂളിൻ്റെ എൻഡിലോട്ട് വരുവാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീകൺസിലിയേഷനും നമ്മുടെ ട്രാൻസാക്ഷൻ ക്രിയേഷൻ പ്രോസസ്സ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ലോക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാ ട്രാൻസാക്ഷൻസും ശരിയാക്കി വെച്ചിട്ട് ഇഫ് അറ്റ് ഓൾ എൻ്റെ ഏതെങ്കിലും ഒരു യൂസർ വന്ന ട്രാൻസാക്ഷൻ എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ എൻ്റെ റിപ്പോർട്ട്സിനെ അത് നല്ലപോലെ ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ആസ് എൻ അഡ്മിൻ എനിക്കത് ട്രാൻസാക്ഷൻസ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ സോഹോ ബുക്സിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് ആണ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ടൻറ്റ് മോഡ്യൂളിൽ വരിക, അതിൻ്റെ താഴെ ട്രാൻസാക്ഷൻ ലോക്കിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും. സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, അക്കൗണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് സെയിൽസ് മോഡ്യൂൾ മാത്രം ലോക്ക് ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് ലോക്ക് ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ലോക്ക് ഡേറ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തേക്കുന്നത് ഇവിടെ 26/3/2025. അപ്പോൾ നിങ്ങളപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ April 1st ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 26/3/2025 കൊടുക്കുകയാണെങ്കിൽ എൻ്റെ 25th വരെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ലോക്ക് ആവുള്ളൂ. 26th ട്രാൻസാക്ഷൻസ് അപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഞാൻ 27th കൊടുത്താൽ മാത്രമേ 26th വരെയുള്ള ട്രാൻസാക്ഷൻസ് ലോക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ടൈമിൽ എനിക്ക് എൻ്റെ ട്രാൻസാക്ഷൻസ് 31st മാർച്ച് വരെയാണ് ലോക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 1st April ഡേറ്റ് കൊടുത്താൽ മാത്രമേ 31st മാർച്ച് വരെയുള്ള ട്രാൻസാക്ഷൻസ് ലോക്ക് ആവുള്ളൂ. ഇപ്പോൾ 31st മാർച്ച് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായതുകൊണ്ട് എനിക്ക് ആ ഡേറ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ 26 മാർച്ച് വരെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ലോക്ക് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ലോക്ക് ചെയ്തതിന് ശേഷം ഇഫ് അറ്റ് ഓൾ ഇൻ ദ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു കാരണവശാൽ എനിക്കിത് അൺലോക്ക് ചെയ്യണം. പക്ഷേ എനിക്ക് എല്ലാ ദിവസത്തെ ട്രാൻസാക്ഷൻസ് അൺലോക്ക് ചെയ്യണ്ട. പക്ഷേ എനിക്ക് 1st January ട്രാൻസാക്ഷൻ മാത്രം അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ അൺലോക്ക് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് പാർഷ്യലി ഉണ്ട്, അൺലോക്ക് കംപ്ലീറ്റ്ലി ഉണ്ട്. നമുക്ക് അൺലോക്ക് പാർഷ്യലി കൊടുക്കാം. അപ്പോൾ ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെ? എനിക്ക് 1st January മാത്രം മതി. അപ്പോൾ 1st January to 1st January കൊടുക്കുക, എന്നിട്ട് റീസൺ കൊടുത്തിട്ട് അൺലോക്ക് ചെയ്യുക. അപ്പോൾ 1st January ട്രാൻസാക്ഷൻസ് എനിക്ക് വീണ്ടും പോയി എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് തിരിച്ച് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഡിസേബിൾ പാർഷ്യൽ അൺലോക്ക് കൊടുത്തിട്ട് ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇഫ് അറ്റ് ഓൾ ഇൻ ദ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഇത് മൊത്തത്തിൽ അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്ക് കംപ്ലീറ്റ്ലിയും കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ മോഡ്യൂൾസിന് എല്ലാത്തിനും ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ മോഡ്യൂൾസ് ഇൻഡിവിജ്വൽ ആയിട്ട് ലോക്ക് ചെയ്യേണ്ട, പക്ഷേ എൻ്റെ സോഹോ ബുക്സ് കംപ്ലീറ്റ്ലി 31st മാർച്ച് വരെ ലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അവിടെയാണ് നമുക്ക് താഴത്ത് സ്വിച്ച് ടു ലോക്ക് ഓൾ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ലോക്ക് ഡേറ്റ് കൊടുക്കണം. 1st April ലോക്ക് ഡേറ്റ് കൊടുക്കണം, റീസൺ കൊടുത്തിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ 31st മാർച്ചിന് മുമ്പുള്ള ഒരു ട്രാൻസാക്ഷനും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മുടെ യൂസേഴ്സ് പോലും നമ്മുടെ ട്രാൻസാക്ഷൻസ് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ അത് കാരണം നമ്മുടെ റിപ്പോർട്ട്സ് ബാധിക്കുകയോ ഇല്ല. അപ്പോൾ ട്രാൻസാക്ഷൻ ലോക്കിങ്ങിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നത് GST ഫയലിംഗ്. GST ഫയലിംഗ് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വരുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് പണി കൂടുതൽ എന്ന് പറയാനില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആകെ എൻഷുർ ചെയ്യേണ്ടത് GST ഫയലിംഗ് മോഡ്യൂളിൽ വന്നിട്ട് നമ്മുടെ ഓരോ GSTN നമ്പേഴ്സ് ഇവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. എന്നിട്ട് ടിൽ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ്, ഇതിപ്പോൾ ഞാൻ മാർച്ചിനാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ മാർച്ചിന് വരെയുള്ള എല്ലാ റിട്ടേൺസും ഫയൽഡ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. മാർച്ചിന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മാർച്ചിൻ്റെ റിട്ടേൺസ് നമ്മൾ ഏപ്രിലായിരിക്കും ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഫെബ്രുവരി വരെയുള്ള എല്ലാ റിട്ടേൺസും നമ്മൾ മാർക്കറ്റ്സ് ഫയൽഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോഹോ ബുക്സിൽ നിന്നാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫയൽഡ് എന്ന് പറഞ്ഞ് വരും. പക്ഷേ ഇപ്പോൾ GSTR 3B December 2024 അൺഫയൽഡ് എന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ സോഹോ ബുക്സിൽ നിന്ന് ഫയൽ ചെയ്തിട്ടില്ല. ഇഫ് അറ്റ് ഓൾ ഞാൻ എൻ്റെ പോർട്ടലിൽ GST പോർട്ടലിൽ മാനുവലി ആണ് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ വ്യൂ സമ്മറി കൊടുത്തിട്ട് ഇവിടെ ഫയലിംഗ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഇവിടെ മാർക്കറ്റ്സ് ഫയൽഡ് കൊടുത്ത് നമുക്ക് മാർക്കറ്റ്സ് ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് GSTR 1 പറ്റും. GSTR 1 നമുക്ക് പ്രീവിയസ് പീരിയഡിനുള്ളത് നമ്മൾ എങ്ങനെ പോർട്ടലിൽ മാനുവലി ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ മാർക്കറ്റ്സ് ഫയൽഡ് ചെയ്യാം. അഥവാ നമ്മൾ സോഹോ ബുക്സിൽ നിന്നാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവ ഫയൽഡ് എന്ന് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ GSTR 2 കേസിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റ്സ് കംപ്ലീറ്റഡ് കൊടുക്കാൻ പറ്റും നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഈ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടോയെന്നാണ്.
നമുക്ക് എല്ലാ വർഷവും ഡിസംബറിലാണ് നമ്മൾ GSTR 9 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും ഫയൽ റിട്ടേൺ ടാബിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് OTP ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ GST ഫയലിങ്ങിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ GST പേയ്മെൻറ്റ്സും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ഇവിടെ GST പേയ്മെൻറ്റ്സ് ടാബിൽ വരുമ്പോൾ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ GST പേയ്മെൻറ്റ്സ് ഇവിടെ കാണാനും പറ്റും. ഇതിൽ ഏതെങ്കിലും പേയ്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പെൻസിൽ ഐക്കൺ യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും മാസത്തിൽ നമ്മൾ GST പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതോടെ GST സെക്ഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കറൻസി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു ഫോറിൻ കസ്റ്റമർ ഉണ്ട്. ആ ഫോറിൻ കസ്റ്റമറിന് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈ സമയത്ത് ഒരു $1000 ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ $1000 ഞാൻ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് 83 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ INR വാല്യൂവിൽ നമ്മുടെ ഇൻവോയ്സ് വാല്യൂ ഒരു 83,000 റുപ്പീസ് വരും. $1000 ഇൻറ്റു 83 എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോൾ 83,000 റുപ്പീസ് വരും. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട്സിലൊക്കെ വരുന്നത് ഈ INR വാല്യൂ 83,000 ആണ്. പക്ഷേ 31st മാർച്ച് ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ റിപ്പോർട്ട്സ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ ആസ് ഓൺ 31st മാർച്ച് ആ പെർട്ടിക്കുലർ 1000 റുപ്പീസിൻ്റെ വാല്യൂ 83 തന്നെ ആവണമെന്നില്ലല്ലോ. ഇഫ് അറ്റ് ഓൾ ആ ഒരു വാല്യൂ 83-ന്ന് 86 ഇൻക്രീസ് ആയി. അപ്പോൾ ഒരു 3000 ഇൻക്രീസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ബേസിക്കലി ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ആണ്. ഈ ഗെയിൻ നമുക്ക് സോഹോ ബുക്സിൽ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ അക്കൗണ്ടൻറ്റ് മോഡ്യൂളിൽ നമുക്ക് കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പ്ലസ് മേക്ക് ആൻ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഏത് കറൻസിക്കാണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഞാൻ USD ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് 31st മാർച്ചിനാണ് ഈ റിപ്പോർട്ട്സ് കിട്ടേണ്ടത്. അപ്പോൾ ആസ് ഓൺ 31st മാർച്ചാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആസ് ഓൺ 31st മാർച്ച് എത്രയാണ് ആ പെർട്ടിക്കുലർ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ നമുക്ക് മുമ്പ് 86 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 86 കൊടുത്തിട്ട് നമുക്ക് നോട്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പീരീഡിനുള്ള ആ കറൻസിയുടെ ട്രാൻസാക്ഷൻസ് അവിടെ ലിസ്റ്റ് ആവും. അത് നമുക്ക് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ആ പെർട്ടിക്കുലർ ഡേറ്റിലോട്ട് വാല്യൂ ഫിക്സ് ചെയ്യേണ്ടത് ആ ട്രാൻസാക്ഷൻസ് മാത്രം ചൂസ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ബാങ്ക് അക്കൗണ്ടിന് അത് മാറ്റമുണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യേണ്ട അത്രേ ഉള്ളൂ. അത് ബാങ്ക് അക്കൗണ്ടിന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ മാറ്റാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ മേക്ക് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ എൻട്രി അവിടെ പാസ്സായി. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഗെയിൻ ലോസ്. ഇപ്പോൾ 8,000 സംതിങ് ഗെയിൻ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിളിന് വന്നു. -5,754 -10,600 ആണ് നമുക്ക് അക്കൗണ്ട്സ് പേയബിളിനും ബാങ്കിനും വന്നത്. അതേപോലെ തന്നെ നമ്മളിനി നമ്മുടെ റിപ്പോർട്ട്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് പേയബിളിൻ്റെ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ വാല്യൂ ഒക്കെ ഈ പെർട്ടിക്കുലർ നമ്മൾ പാസ് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്ത് വാല്യൂ അപ്ഡേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാക്ട് വാല്യൂ ആസ് ഓൺ ദ എൻഡ് ഡേറ്റ് ദാറ്റ് ഇസ് ആസ് ഓൺ 31st മാർച്ച് നമ്മുടെ കറക്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് എത്ര വാല്യൂ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ ആണുള്ളത്, എത്ര വാല്യൂ ഓഫ് അക്കൗണ്ട്സ് പേയബിൾ ആണുള്ളത്. ഇതിപ്പോൾ ഒരു ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ ഫോറിൻ ബാങ്കിന് ആസ് ഓഫ് ദാറ്റ് എൻഡ് ഡേറ്റ് എന്താണ് ക്ലോസിംഗ് ബാലൻസ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ ചെയ്താൽ ഏകദേശം നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം സെറ്റ് ആവാനുള്ളൊരു വഴിയായിരിക്കുന്നുണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് ബാങ്കിൻ്റെ റീകൺസിലിയേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ട്രാൻസാക്ഷനെ ലോക്ക് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് വരുത്താൻ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് ബേസിക്കലി നമ്മുടെ റിപ്പോർട്ട്സ് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ റിപ്പോർട്ട്സ് മോഡ്യൂളിൽ വരിക. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ള റിപ്പോർട്ട്സ് ഒക്കെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഹൊറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു വർഷത്തിന് ഞാൻ റൺ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വാല്യൂസ് എല്ലാം നോക്കും. എനിക്കത് സാറ്റിസ്ഫാക്ടറി ആണോ അല്ലയോ എന്ന് നോക്കാം. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് കാണുവാണെങ്കിൽ ആ ഒരു എമൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ വാല്യൂസ് വരുന്നതെന്ന് കാണാം. എന്തെങ്കിലും ഇവിടെയും തെറ്റായിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻ കാണുവാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എനിക്ക് ഇത്ര വാല്യൂ വന്നത്, ഇത് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ കമ്പയർ വിത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പയർ വിത്ത് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കമ്പയർ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ കൊടുക്കാം. പ്രീവിയസ് എത്ര വർഷമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യണം, പ്രീവിയസ് 1 വർഷമായിട്ടോ 2 വർഷമായിട്ടോ 3 വർഷമായിട്ടോ ഞാൻ ഒരു 3 വർഷം കൊടുക്കാം. എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുക്കണം.
അപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് April 21st 2021 ടു March 2022, പിന്നെ April 22 ടു March 23, പിന്നെ April 23 ടു 24, പിന്നെ കറണ്ട് പെർട്ടിക്കുലർ ഇയർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് സൈഡ് ബൈ സൈഡ് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഒരു കമ്പനി എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് പോലെ തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനാണെങ്കിലും നമുക്ക് ബാലൻസ് ഷീറ്റിനാണെങ്കിലും ഈ കമ്പയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, അല്ലാതെ നമ്മുടെ ക്ലയൻസ് ആയിരിക്കാം, നമ്മുടെ ചില ക്ലയൻസിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം. നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ നമ്മുടെ റിപ്പോർട്ട്സ് ഷെയർ ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമുക്ക് ഈ റിപ്പോർട്ട്സ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് ഷെയർ ബട്ടണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെഡ്യൂൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഷെഡ്യൂൾ ചെയ്തിട്ട് ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര വൺസ് ആണോ വേണ്ടത് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഇത് സെൻഡ് ആവണോ, അല്ലെങ്കിൽ നമുക്ക് ഓരോ വീക്ക്ലി വൺസ് മാത്രം നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ആയാൽ മതിയോ, അല്ലെങ്കിൽ മന്ത്ലി വേണോ, ക്വാർട്ടർലി വേണോ, ഇയർലി വേണോ? ഈ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ഇത് ഫസ്റ്റ് ടൈം സെൻഡ് ആവേണ്ടത് അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും സ്റ്റാർട്ട് ടൈമും നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ റെസിപ്പിയൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ നമുക്ക് ഇമെയിൽ IDs ചൂസ് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ യൂസേഴ്സിൻ്റെ നെയിംസ് ഇവിടെ എല്ലാം ലിസ്റ്റ് ആവും, അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഇമെയിൽ IDസിന് ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഓരോ ഇമെയിൽ ID അയക്കുക. ഓരോ ഇമെയിൽ ID കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് നമുക്ക് അടുത്ത ഇമെയിൽ IDs കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഏത് ഫോമാറ്റിലാണ് നമുക്ക് ഈ റിപ്പോർട്ട് അവർക്ക് സെൻഡ് ആകുമ്പോൾ അറ്റാച്ച് ആവേണ്ടത്, ഒന്നിലെ PDF അല്ലെങ്കിൽ XLS, ഈ 2 ഫോമാറ്റ്സ് ആണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ റിപ്പോർട്ട്സും ഷെഡ്യൂൾ ആവും. നമ്മുടെ റിപ്പോർട്ട്സ് സെൻഡ് ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിലോ അത് ബേസ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റോ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ രീതിയോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവർക്ക് ആ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇയർ എൻഡ് പ്രൊസീജിയേഴ്സ് കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളൊരു പുതിയ ഫിനാൻഷ്യൽ ഇയറിലോട്ട് കടക്കുമ്പോൾ, ഇതിപ്പോൾ നമ്മുടെ ഇയർ എൻഡ് വരെ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് April 1st എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ April 1st നമുക്ക് ചെയ്യാനുള്ള മെയിൻലി 3 കാര്യങ്ങളാണ്: അപ്ഡേറ്റ് ട്രാൻസാക്ഷൻ സീരീസ്, ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ആൻഡ് കോൺഫിഗർ ബഡ്ജറ്റ്സ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ വർഷത്തിലോട്ടുള്ള ഒരു തുടക്കം നമുക്കൊരു നല്ല ഫ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് അപ്ഡേറ്റ് ട്രാൻസാക്ഷൻ സീരീസ് എന്താണെന്ന് നോക്കാം. ഇവിടെ സെറ്റിങ്സിൽ നമ്മൾ ഇച്ചിരി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അവിടെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ട്രാൻസാക്ഷൻ നമ്പർ സീരീസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഇപ്പം നമ്മുടെ സോഹോ ബുക്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ നമ്പേഴ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു കേസ് വരുമ്പോൾ, ഒരു പുതിയ വർഷം, ഇപ്പം എനിക്ക് ഫസ്റ്റ് ഇയർ പ്രീവിയസ് ഇയറിൽ എനിക്കൊരു 100 ഇൻവോയ്സസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ട്രാൻസാക്ഷൻ സീരീസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പുതിയ വർഷത്തോട്ട് വരുമ്പോൾ 101st ഇൻവോയ്സ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ സീരീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ പേജിൽ വന്നിട്ട് ഇവിടെ ഞാൻ ഒരു ട്രാൻസാക്ഷൻ സീരീസ് ഓൾറെഡി ഉള്ളത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ് ഹോൾഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഫിസിക്കൽ ഇയർ സ്റ്റാർട്ട്, അവിടെ ഞാൻ YY എന്ന് പറഞ്ഞൊരു പ്ലേസ് ഹോൾഡർ കൊടുത്തു. ഇഫ് അറ്റ് ഓൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ പ്ലാനാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് മാനുവലി ആ ട്രാൻസാക്ഷൻ സീരീസ് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ റീസ്റ്റാർട്ട് നമ്പറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇയർലി ഞാൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും എല്ലാ ഫിസിക്കൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഓട്ടോമാറ്റിക്കലി, ഇതിപ്പോൾ ഞാൻ 3 സ്റ്റാർട്ടിംഗ് നമ്പറെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ വർഷവും April 1 അന്ന് 3 തൊട്ട് നമ്പറിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 തൊട്ട് എവറി ഫിസിക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ നമ്പർ സ്റ്റാർട്ട് ആയിക്കോളും. ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസാക്ഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഈ വർഷം 1 എന്ന് പറഞ്ഞ ഒരു ഇൻവോയ്സ് നമ്പർ ഓൾറെഡി വന്നു. ഇനിയിപ്പോൾ ഈ വർഷം തന്നെ എനിക്ക് ഈ 1 എന്ന് പറഞ്ഞൊരു ഇൻവോയ്സ് നമ്പർ ഇനി വരരുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ദിസ് ഫിസിക്കൽ ഇയർ, ഒന്ന് ഓൾ ഫിസിക്കൽ ഇയേഴ്സ്. ദിസ് ഫിസിക്കൽ ഇയർ എന്ന് എടുത്താൽ എനിക്ക് ഈ വർഷം 1 എന്ന് പറഞ്ഞൊരു ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇനി ഈ വർഷം മാത്രം 1 എന്ന് പറഞ്ഞൊരു ഇൻവോയ്സ് നമ്പർ എനിക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾ ഫിസിക്കൽ ഇയേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു ട്രാൻസാക്ഷൻ നമ്പർ 1 അല്ലെങ്കിൽ 2 എന്തെങ്കിലും ഒന്ന് കൊടുത്തെന്ന് വിചാരിക്കുക, ഇനി ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും ഒരു ഇൻവോയ്സ് പോലും ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ നമ്പർ വരാനേ പാടില്ല. അതാണ് ഈ ഒരു ഓപ്ഷൻ. അത് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇതോടെ നമ്മൾ ട്രാൻസാക്ഷൻ സീരീസ് അപ്ഡേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റ് നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്
അയച്ചു കൊടുക്കണം, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ P&L നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ടിൽ അത് ട്രാക്ക് ആകുമ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ April 1 എന്ന് പറഞ്ഞ ദിവസത്തിൽ നമ്മളൊരു മാനുവൽ ജേർണൽ സോഹോ ബുക്സിൽ പാസ് ചെയ്യണം. ഇവിടെ അക്കൗണ്ടിങ് സെക്ഷൻ്റെ അടിയിൽ നമുക്ക് മാനുവൽ ജേർണൽസ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ട്. അവിടെ നമ്മൾ പ്ലസ് ന്യൂ ജേർണൽ കൊടുക്കണം. അതിൻ്റെ നോട്ട്സ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇവിടെ ജേർണൽ ഡേറ്റ് April 1 ആയിരിക്കണം. എന്നിട്ട് നമുക്ക് അക്കൗണ്ടിൻ്റെ അവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ചൂസ് ചെയ്യാം. സെക്കൻഡ് അക്കൗണ്ടിൻ്റെ അവിടെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഓണേഴ്സ് ഇക്വിറ്റി, നമ്മുടെ ഒരു ഇക്വിറ്റി അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് നമ്മൾ ആ അമൗണ്ട് എടുത്ത് ഓണേഴ്സ് ഇക്വിറ്റിയിലോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മളിവിടെ ഒരു ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ബേസിക്കലി നമ്മുടെ ഓണേഴ്സിന് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കും. ഇതല്ലാതെ നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് എല്ലാ വർഷവും ഈ റീറ്റെയിൻ ഏർണിങ്സ് എമൗണ്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡായി പോകും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മിക്ക കമ്പനീസിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊടുക്കുന്നതായതുകൊണ്ട് സോഹോ ബുക്സിൽ ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒരു മാനുവൽ ജേർണൽ പാസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ന്യൂ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയുള്ള ബഡ്ജറ്റ്സ് സെറ്റ് ചെയ്യാനാണ്. എല്ലാ ബിസിനസ്സിനും ഫംഗ്ഷൻ ചെയ്യാൻ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ ഇയറിന് ഒരു പ്രോപ്പർ ഫ്ലോ വരാൻ വേണ്ടി ഫിസ്ക്കൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സോഹോ ബുക്സിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അക്കൗണ്ടൻറ്റ് മോഡ്യൂളിൽ അടിയിൽ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ന്യൂ ബഡ്ജറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബഡ്ജറ്റ് നെയിം കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബഡ്ജറ്റിന് ബഡ്ജറ്റ് 2025-2026 ആണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് എനിക്ക് ഫിസ്ക്കൽ ഇയർ ചൂസ് ചെയ്യാം. ഫിസ്ക്കൽ ഇയർ ഞാൻ 2025-2026 ആണ് കൊടുക്കുന്നത്. ബഡ്ജറ്റ് പീരിയഡ് നമുക്ക് 4 അവൈലബിൾ ആണ്. മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ഇയർലി. ഞാൻ മന്ത്ലി ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ബഡ്ജറ്റിൻ്റെ പീരിയഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബ്രാഞ്ച്, ഇനി ഒരു സ്പെസിഫിക് ബ്രാഞ്ചിന് വേണ്ടി മാത്രമാണ് ഈ ബഡ്ജറ്റ് വേണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ പക്ഷേ എനിക്ക് ഫുൾ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ബ്രാഞ്ച് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി സ്പെസിഫിക് അക്കൗണ്ട്സ് മാത്രം മതിയെങ്കിൽ അതെങ്ങനെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ട്സും വേണമെങ്കിൽ സെലക്ട് ഓൾ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ എക്സ്പെൻസിനും ചൂസ് ചെയ്യുക. ഇനി അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി അക്കൗണ്ട്സ് ഈ ബഡ്ജറ്റിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഓപ്ഷൻ യൂസ് ചെയ്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്രിയേറ്റ് ബഡ്ജറ്റിലോട്ട് പോവാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഈച്ച് മന്തിൻ്റെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രീഫിൽ ഫ്രം പ്രീവിയസ് ഇയേഴ്സ് ആക്ച്വൽസ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ഇതേ മാസങ്ങളിൽ നമ്മുടെ ആക്ച്വൽ വാല്യൂ ഓഫ് ദീസ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് എന്തായിരുന്നു അത് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റായിട്ട് ഓട്ടോ പോപ്പുലേറ്റ് ആവും. അപ്പോൾ അത് ഞാൻ ഏത് വർഷത്തെ ഡേറ്റയാണ് എനിക്കിത് വേണ്ടതെന്ന് എനിക്ക് ചൂസ് ചെയ്യാം. ഞാൻ 2024-2025 കൊടുക്കുക. എന്നിട്ട് റിപ്പോർട്ട് ബേസിസ് അക്രൂവൽ കൊടുത്തിട്ട് ഞാൻ പ്രീഫില്ല് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഡേറ്റ അതുപോലെ തന്നെ പ്രീഫില്ലായിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഇസ് നമുക്ക് മാനുവലി ഇവിടെ വന്ന് ഓരോ വാല്യൂവിലും ഓരോ മാസത്തെ വാല്യൂക്കും നമുക്ക് മാനുവലി കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ തേർഡ് ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഓട്ടോഫിൽ ചെയ്യാം. നമുക്ക് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് അതനുസരിച്ച് ഓട്ടോഫിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അക്കൗണ്ടിനാണ് ഓട്ടോഫിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓട്ടോഫില്ല് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓട്ടോഫില്ലിലും അടിയിലും നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് അപ്ലൈ ഫിക്സഡ് എമൗണ്ട് ഫോർ ഈച്ച് പീരിയഡ്. ഇപ്പം ഞാൻ 1000 റുപ്പീസാണ് അമൗണ്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ എല്ലാ മാസത്തെ ബഡ്ജറ്റും 1000 റുപ്പീസ് ആയിട്ട് തന്നെ വരും. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇത് ഞാൻ ആ ഡിസ്കൗണ്ട് ലൈനിൽ അപ്ലൈ ചെയ്യുക. സെക്കൻഡ്, ജനറൽ ഇൻകമിന് എനിക്ക് വേറൊരു രീതിയിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അമൗണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അമൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് പീരിയഡിന് അമൗണ്ട് കൊടുക്കണം. ഫസ്റ്റ് പീരിയഡിന് എൻ്റെ കയ്യിൽ 10,000 റുപ്പീസ് ഇരിക്കട്ടെ ബഡ്ജറ്റ്. അതേപോലെ തന്നെ പക്ഷേ എല്ലാ മാസവും കൂടുമ്പോൾ 1000 റുപ്പീസ് വെച്ച് ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ അമൗണ്ട് ഫീൽഡിൽ ഞാൻ 1000 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഏപ്രിലിൽ എൻ്റെ 10,000 റുപ്പീസ് ആയിരിക്കും. മെയിൽ എൻ്റെ ബഡ്ജറ്റ് 1,000 കൂടെ കൂടി 11,000 ആവും. ജൂണിലാവുമ്പോൾ അഗൈൻ 1,000 ആഡ് ആയിട്ട് 12,000 ആവും. ഇതുപോലെയാണ് ആ ബഡ്ജറ്റ് കയറി പോകാൻ പോകുന്നത്. ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ്. ഇതല്ലാതെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്.
അതിൽ ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് പോലെ തന്നെ, ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് നമ്മൾ അവിടെ എമൗണ്ടിന് പകരം പെർസെൻറ്റേജ് ആണ് കൊടുക്കാൻ പോകുന്നത്. അവിടെ എനിക്കിപ്പോൾ ഫസ്റ്റ് പീരീഡിൻ്റെ എമൗണ്ട് ഞാൻ 10,000 കൊടുത്തു, എന്നിട്ട് പെർസെൻറ്റേജ് ഞാൻ 10 കൊടുത്തു. അപ്പോഴേക്കും മുമ്പത്തെ വന്ന പോലെ തന്നെ ഇപ്പോൾ 10,000 വരും. 10,000 നിന്ന് 10%, ദാറ്റ് ഇസ് 1,000 ആഡായി 11,000 ആയി. പിന്നെ 11,000-ന് 10%, ദാറ്റ് ഇസ് 1,100 കൂടെ ആഡ് ചെയ്ത് 12,100 ആയി. ഇതേപോലെ അത് കൂടിപ്പോവും. ഇത് മൂന്നുമാണ് നമ്മുടെ ഓട്ടോഫില്ലിൻ്റെ ഓപ്ഷൻസ്. ഇതേപോലെ തന്നെ നമുക്ക് ഓരോ അക്കൗണ്ട്സിന് നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഈ ബഡ്ജറ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രിൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വർഷം ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് അവിടുത്തെ ആക്ച്വൽ വാല്യൂസും നമ്മൾ സെറ്റ് ചെയ്ത ബഡ്ജറ്റ്സും തമ്മിലുള്ള റിപ്പോർട്ട് കാണണമെങ്കിൽ വ്യൂ ബഡ്ജറ്റ്സ് വേഴ്സസ് ആക്ച്വൽസ് ക്ലിക്ക് ചെയ്താൽ മതി. അതപ്പോൾ ആ റിപ്പോർട്ടിൽ നമ്മൾ കൊണ്ടുപോയിക്കോളും. ഇങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ബഡ്ജറ്റ്സ് വർക്ക് ആവുന്നത്. ഇതോടെ നമ്മൾ ഈ സെഷൻ്റെ അവസാനത്തിലെത്തി. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ ബേസിക്കലി 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു ഇന്നത്തെ സെഷൻ എടുത്തത്. ഒന്ന് ഫിനാൻഷ്യൽ ഇയർ എൻഡ്, അതായത് മാർച്ച് 31-ന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, അതിനുശേഷം നമ്മൾ ഏപ്രിൽ 1 ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യമേ ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ കാര്യങ്ങൾക്കായി നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ബാങ്കിങ് ഒക്കെ എങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്യണമെന്ന് നമ്മളത് പഠിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ പാസ് ചെയ്യാം, പിന്നെ നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഷെയർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ പാസ് ചെയ്യണം, നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെ ലോക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ സെഷനിൽ കടന്നു പോയായിരുന്നു. അതേപോലെ തന്നെ പുതിയ വർഷത്തോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ വർഷത്തിനുള്ള ട്രാൻസാക്ഷൻ സീരീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ എങ്ങനെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്നാണ് ഞാൻ ഇവിടെ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് മെയിൽ ID ആയ support.india@zohobooks.com അല്ലെങ്കിൽ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 1800-572-6671 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ സമാധാനമായി കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.